നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,459ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് കലിദിനം എണ്ണിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 21 തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 15 തീയതിയാണ്. ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 6 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി 1:41 വരെയുള്ള സമയത്ത് ചതുർദശി തിഥിയുണ്ട്. നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. രാത്രി 10:55 വരെയുള്ള സമയത്ത് അവിട്ടം നക്ഷത്രമുണ്ട്. കരണം ആനക്കരണമാണ്. 2 മണി ഉച്ച കഴിഞ്ഞ് 2:31 വരെയുള്ള സമയത്ത് ഈ ആനക്കരണം വരുന്നു. നിത്യയോഗം വരുന്നത് അതികണ്ഠനാമ നിത്യയോഗമാണ്. രാവിലെ 11:51 വരെയുള്ള സമയത്താണ് അതികണ്ഠനാമ നിത്യയോഗം. ഞാറ്റുവേല പൂരം ഞാറ്റുവേല തന്നെയാണ്. ഋതു വർഷ ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:24 അസ്തമയം സംഭവിക്കുന്നു. ഉദയാസ്തമയങ്ങൾ മധ്യകേരളത്തിലേതാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇത് വടക്കും തെക്കും ദിശകളിലേക്ക് പോകും തോറും ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ദിനമാനം സംഭവിക്കുന്ന 12 മണിക്കൂർ 8 മിനിറ്റ് 22 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. രാഹുകാലം വരുന്നത് രാവിലെ 9:20 തുടങ്ങി 10:51 വരെയുള്ള സമയത്താണ്. ഗുളികകാലം 6:18 തുടങ്ങി 7:49 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:53 തുടങ്ങി 3:24 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ ആകൊണ്ട് വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:58 തുടങ്ങി 12:40 വരെയും തുടർന്ന് മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ച് 12:24 മുതൽക്ക് 12:46 വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം. 11:58 മുതൽക്ക് 12:46 വരെയാണ് പറയാറുള്ളത്. ഈ സമയത്ത് മറ്റു മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന മിഥുനക്കൂറുകാർക്കാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അവിട്ടം നക്ഷത്രമാണ് എന്നുള്ളത്. ചൗളം നടത്തുക, ഉപനയനം നടത്തുക, അതുപോലെ യുദ്ധാദി കാര്യങ്ങൾ, നൂതനമായിട്ടുള്ള ഗജം, അശ്വം മുതലായിട്ടിൻ്റെ ആരോഹണം അഥവാ നൂതനമായിട്ടുള്ള വാഹനം, ഗൃഹോദ്യാന നിർമ്മാണം, ഇതിനൊക്കെയും അവിട്ടം നക്ഷത്രം അനുകൂലമാണ്. തിഥി വരുന്നത് ചതുർദശി തിഥിയാണ്. അത് അസ്ത്രശസ്ത്രങ്ങൾ ഉണ്ടാക്കുക, മറ്റ് ലോഹ പണികൾ, ഇതിനൊക്കെയാണ് അനുകൂലം. ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം മറ്റ് ശുഭകർമ്മങ്ങൾക്ക് നിഷിദ്ധമായിട്ടുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം.